ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു നൂഡിൽസാണ്. അത് നമ്മളെ ചൈനീസ് നൂഡിൽസാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കൂലേ ആ ഒരു നൂഡിൽസ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അത് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഉള്ളീൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക, അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു ക്യാബേജിൻ്റെ കാൽ ഭാഗം മാത്രം മതിയാവും. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്തിട്ട് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കന് ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ടാവും, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. വെജിറ്റബിൾസും ചിക്കനൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കളറൊക്കെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടി മാത്രമാണ് ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം, ഞാനിതാ നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നൂഡിൽസ് ഇതിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. അപ്പം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ നൂഡിൽസ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ നൂഡിൽസാണ്. നമ്മൾ എല്ലാ ഷോപ്പുകളിലും ഈ ഒരു വെജിറ്റബിൾസ് നൂഡിൽസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി സാധാ നൂഡിൽസ് വെച്ചിട്ടും 10 രൂപേൻ്റെ ആ ഒരു പാക്കറ്റ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം കുറച്ചാൽ മാത്രം മതി എന്നുള്ളൂ. ഇതിന് കുറച്ച് വേവുണ്ട്, ആ ഒരു നൂഡിൽസിന് അധികം വേവില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതവിടെ റെഡി ആകുമ്പോഴേക്കും ഒരു കോഴിമുട്ടൻ്റെ വെള്ള മാത്രം, മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള മാത്രം എടുത്തു കൊടുക്കുക. മഞ്ഞ അതിൽ ചേർക്കുമ്പം ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ മുന്നിട്ടേക്കുക. അതുകൊണ്ട് മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മുട്ട അങ്ങനെ കൂടി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് സമയം എടുത്തിട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കുക. ഇതേപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ ആ ഒരു വേവാൻ വെച്ച നൂഡിൽസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ആവാനും ആ ഒരു പത അങ്ങനെ കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പത ഇങ്ങനെ താവുന്നവരെ നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി ഇതാ നമ്മളെ നൂഡിൽസ് ഏകദേശം റെഡി ആവാനായിട്ട് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് വറ്റിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി, ടൊമാറ്റോ കെച്ചപ്പാണ്, അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയത്ത് കണ്ടോ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഏകദേശം നല്ല ഒരു വെള്ളം പോലെ അല്ലാണ്ട് ഒരു ടൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, സെർവ് ചെയ്യുക. ഇതില്ലേ ചൂടോടെ കഴിക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളൊരു സൂപ്പൊക്കെ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സ്പൈസി ആയിട്ട്, അത്യാവശ്യം ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ സ്പൈസിയൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ്. അപ്പോൾ ഇതാ നമ്മളിത് സെർവ് ചെയ്യാൻ പോവാണ്. സെർവ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ കഴിക്കാനും കൂടി പോവാണ്. ഇത് ഉണ്ടാക്കുക, കഴിക്കുക, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു വെള്ളത്തോടു കൂടി നൂഡിൽസ് കഴിക്കുക. നമ്മൾ ചൈനീസുകാരൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്പൂണും ഉണ്ടാവും, ഒരു സ്റ്റിക്കും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നൂഡിൽസും അതുപോലെ ആ ഒരു വെള്ളവും കൂടി കൂട്ടി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് നൗ ബഷീർ എൻ്റർടൈൻമെൻറ്റ്.